വയനാട്ടിലെ വലിയൊരു ഗ്രാമം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ CMDRF എല്ലാവരും കോൺട്രിബ്യൂഷൻ നൽകണം. പക്ഷെ കുറെ ആൾക്കാർക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട രേഖകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കേരള, അതിൽ ചീഫ് മിനിസ്റ്ററുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ഒരു ലിങ്കും നിങ്ങൾക്ക് അതിന്റെ താഴെ ഡൊണേറ്റ് ആസ് ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രൂപത്തിലോട്ടൊക്കെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പേയ്മെന്റ് കടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കുറെ ആൾക്കാരുടെ കൺഫ്യൂഷൻ എന്തായിരുന്നു, ഈ ഫണ്ട് എത്രമാത്രം ട്രാൻസ്പെറന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു 4-5 പോയിന്റ് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. സ്റ്റേറ്റ് ബാങ്കിലൂടെയാണ് ഇതിന്റെ ഒരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വെബ് മാനേജർ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ് ഇത് ഫുള്ളി വരുന്നത്. മോർ ഇമ്പോർട്ടന്റ്ലി RTI അപ്ലിക്കബിൾ ആണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ അപ്ലിക്കബിൾ ആണ്. അതുപോലെ CAGയുടെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ ഓഡിറ്റിങ്ങിന് ഇത് വിധേയവുമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രാൻസ്പെറന്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പേയ്മെന്റ് കൊടുക്കാതിരിക്കരുത്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും പേഴ്സണൽ ആയിട്ടുള്ള ചില വിഷയങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 2018-19 സമയത്ത് ഫ്ലഡിലും COVID-19 കലാമിറ്റിയുടെ സമയത്തുള്ള ഒരു റിസിപ്റ്റ്സിന്റെയും അലോട്ട്മെന്റിന്റെയും റിപ്പോർട്ടും ആ ഒരു സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ആൾക്കാരോട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലെങ്കിലും ഈ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്.